നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ബ്രേക്ക് പോയിന്റ് പ്രോയുടെ ഫീച്ചേഴ്സുകളാണ്. ഇതൊരു അപ്ഡേറ്റഡ് വീഡിയോ ആണ്. ഇതിൽ നമ്മൾ ഒരുപാട് ഫീച്ചേഴ്സ് നമ്മൾ റീസെൻ്റ്ലി ആഡ് ചെയ്തിരുന്നു. അതെല്ലാം കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വേർഷൻ 2 വീഡിയോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ബ്രേക്ക് പോയിന്റ് കാണുന്നതെങ്കിൽ ഞാൻ ആദ്യം മുതലേ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ബ്രേക്ക് പോയിന്റ് പ്രോ എന്ന് പറയുന്നത് സ്റ്റോക്കുകൾക്ക് വേണ്ടിയുള്ള ഇൻട്രാഡേക്കും സ്വിങ്ങിനും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ്. ഇതിൽ ഒരുപാട് സ്കാനറുകളും അനലിറ്റിക്സ് ടൂളുകളും നമുക്ക് അവൈലബിൾ ആണ്. സ്റ്റോക്ക് പോലെ തന്നെ ഇതിൽ ETF-ന് വേണ്ടിയിട്ട് പല ഫീച്ചേഴ്സുകൾ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം മുതലേ എന്തൊക്കെ ഫീച്ചേഴ്സാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് നോക്കാം. നമ്മൾ ആദ്യമേ തന്നെ ബ്രേക്ക് പോയിന്റ് പ്രോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വരുന്നൊരു സ്ക്രീനാണ് ഇത്. ഈ ഡാഷ്ബോർഡിൽ നമുക്ക് എല്ലാ ഫീച്ചറുകളും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആദ്യം വരുന്ന ഓപ്ഷനാണ് ബ്രേക്ക് പോയിന്റ് ഗൈഡ്. ഈ ഗൈഡിൽ പറഞ്ഞിട്ടുള്ളത് ഒരാൾ ഫസ്റ്റ് ടൈം ഈ ബ്രേക്ക് പോയിന്റ് പ്രോ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ എങ്ങനെയാണ് ഇത് തുടങ്ങേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബ്രേക്ക് പോയിന്റിനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് ഈ സ്റ്റെപ്പുകളായിരിക്കണം. കുറച്ചുകൂടി താഴേക്ക് വന്നാൽ ഈ ഇപ്പോൾ കാണുന്ന ഓവർവ്യൂ വേർഷന്റെ ഒരു ഫസ്റ്റ് വേർഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് റൂളുകളും ഡീറ്റെയിൽസുകളും നിങ്ങൾക്ക് ഈ പേജിൽ നിന്ന് കിട്ടും. തിരിച്ച് ഡാഷ്ബോർഡിൽ വന്നു കഴിഞ്ഞാൽ അടുത്തൊരു ഫീച്ചറാണ് ലേൺ എക്സ്. ലേൺ എക്സ് നമ്മുടെ ഒരു ലേണിംഗ് സെന്ററാണ്. ഇതിൽ പല ലാംഗ്വേജുകളിലായിട്ട് നമ്മൾ ഈ ബ്രേക്ക് പോയിന്റ് ഫീച്ചേഴ്സുകൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആദ്യമായി ഇത് സബ്സ്ക്രൈബ് ചെയ്ത ഒരാൾ വന്ന് നോക്കേണ്ട ഒരു ലൊക്കേഷനാണിത്. ഇവിടെ വന്ന് എല്ലാ വീഡിയോകളും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ബ്രേക്ക് പോയിന്റ് എന്താണെന്നും അതിന്റെ ഫീച്ചേഴ്സുകളും ഡീറ്റെയിൽസുകൾ എന്തൊക്കെയാണെന്നും എല്ലാം മനസ്സിലാവും. ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ SMC Pro സബ്സ്ക്രൈബർ ആണെങ്കിൽ അതിന്റെ ഒരു ഗൈഡ് കൂടി ഇവിടെ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. അടുത്തൊരു അനലിറ്റിക്സ് ഫീച്ചറാണ് ബ്രേക്ക് വ്യൂ അനലിറ്റിക്സ്. ബ്രേക്ക് വ്യൂ അനലിറ്റിക്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിന്റെ ഒരു ഹൈ ലെവൽ ഒരു സ്നാപ്ഷോട്ട് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഒരുപാട് ഡീറ്റെയിൽസ് ഇതിനകത്തുണ്ട്. ഇതെല്ലാം പോയി കഴിഞ്ഞാൽ നമുക്ക് ഓരോ തരത്തിലുള്ള മാർക്കറ്റിന്റെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ വരുന്നത്. അടുത്തത് മാർക്കറ്റ് മൂവർ ലൈവ് ആണ്. ഇതൊരു ഇൻട്രാഡേ സ്കാനറാണ്. ഇതിൽ കറണ്ട് മാർക്കറ്റ് ഡേ ട്രെൻഡ് കാണിക്കുന്നു, അതിൽ ഇൻഡസ്ട്രി ട്രെൻഡ് കാണിക്കുന്നു, പിന്നീട് മാർക്കറ്റിൽ അപ്സൈഡ് ആയിട്ടുള്ളതും ഡൗൺ സൈഡ് ആയിട്ടുള്ളതും ആയ സ്റ്റോക്കുകൾ ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നു. ഇത് ലൈവായിട്ട് അപ്ഡേറ്റ് ആവുന്ന ഒരു സ്കാനറാണ്. ഇതിൽ നിന്ന് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ഈ സ്റ്റോക്ക് ഓപ്പൺ ചെയ്ത് അതിൻ്റെ അനാലിസിസ് ഇവിടെ നിന്ന് തന്നെ ചെയ്യാം. ഞാനിപ്പോൾ ഓൾറെഡി അത് SMC Pro ഇൻഡിക്കേറ്റർ ആഡ് ചെയ്തുകൊണ്ടാണ് ഈ ഡീറ്റെയിൽസ് ഇവിടെ വന്നേക്കുന്നത്. ഇതിൽ നമുക്ക് ഇൻട്രാഡേ ഉപയോഗിക്കാൻ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഒരു വീഡിയോ ഉണ്ട്, അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്ത വരുന്ന ഫീച്ചറാണ് ഓപ്ഷൻ എക്സ് ലൈവ്. ഇത് നമുക്ക് ഇയർലി പ്ലാനിലാണ് നമുക്ക് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതൊരു സ്റ്റോക്ക് ഓപ്ഷൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നല്ലൊരു ഫീച്ചറാണിത്. ഇത് FNO സ്റ്റോക്സ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് തന്നെ എല്ലാ ഓപ്പർച്യൂണിറ്റിയും വളരെ ഏർലി തന്നെ ഇതിനകത്ത് കണ്ടുപിടിക്കുന്നു. ഇതിൽ നമുക്ക് മറ്റൊരു ഫീച്ചർ ഉള്ളത് OI ട്രെൻഡ് ബേസ് ചെയ്തിട്ടുള്ള ഒരു സെന്റിമെന്റ്സ് ഇവിടെ ഓരോ സ്റ്റോക്കിന്റെ നമുക്ക് അറിയാൻ പറ്റും. അതിനെ ബേസ് ചെയ്ത് നമുക്ക് ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നല്ലൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കണ്ടുപിടിക്കാം. അതിന്റെ കൂടെ തന്നെ നമ്മൾ സ്മാർട്ട് മണി ഓൾറെഡി ആക്റ്റീവായ സ്റ്റോക്കുകളും ഇതിനോടൊപ്പം നമ്മൾ ഫിൽട്ടർ ചെയ്യുന്നുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓൾറെഡി ഈ രണ്ട് സ്റ്റോക്കുകൾ മനസ്സിലാക്കാം. സ്മാർട്ട് മണി ഓൾറെഡി ആക്റ്റീവ് ആണ് സ്റ്റോക്കിൽ. ഇത്തരം ടാഗുകൾ വഴി സ്മാർട്ട് മണി ആക്റ്റീവായ സ്റ്റോക്കുകൾ നമുക്ക് ഇൻട്രാഡേ ഈസി ആയിട്ട് നമുക്ക് സ്പോട്ട് ചെയ്യാം. പിന്നീട് വരുന്ന ഒരു ഫീച്ചറാണ് HLC അനലിറ്റിക്സ്. ഇതിലും നമ്മൾ സ്മാർട്ട് മണി ആക്റ്റീവ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ടാഗ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഈ കാണുന്ന ഒരു ട്രോഫിയുടെ ഐക്കൺ കണ്ടു കഴിഞ്ഞാൽ അത് സ്മാർട്ട് മണി ഓൾറെഡി ആക്റ്റീവായ സ്റ്റോക്കുകളാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് രണ്ട് ടൈപ്പ് ആയിട്ടുള്ള ബ്രേക്ക്ഔട്ടാണ് നമ്മൾ നോക്കുന്നത്. ഒന്ന് പ്രീവിയസ് ഹൈ ബ്രേക്ക് ചെയ്യുന്ന ബ്രേക്ക്ഔട്ടുകളും പ്രീവിയസ് ലോ ബ്രേക്ക് ചെയ്തിട്ടുള്ള ബ്രേക്ക്ഔട്ടുകളും നമ്മൾ ഇത് നോക്കുന്നത്. അത് നമുക്ക് ഇവിടെ ഈസി ആയിട്ട് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫിൽട്ടർ ചെയ്യാം. നമുക്ക് ഇവിടെയും നമുക്ക് ഈ സ്റ്റോക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ചാർട്ട് ഇവിടെ ഓപ്പൺ ആവും. പിന്നീട് വരുന്നൊരു ഓപ്ഷനാണ് ഓപ്ഷൻ അനലിറ്റിക്സ്. ഇത് ഇൻഡെക്സ് ഓപ്ഷൻ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഫീച്ചർ ഉപയോഗിക്കുന്നത്. ഇതിൽ ഓൾറെഡി സിഗ്നലുകൾ ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ജനറേറ്റ് ആയ സിഗ്നലുകൾ ഈ ചാർട്ടിൽ പ്ലോട്ട് ചെയ്ത് വരുന്നതിന് വേണ്ടി മാത്രമാണ് ഈ ഒരു ചാർട്ട് ഉപയോഗിക്കുന്നത്. ഇത് ഓപ്പൺ ചെയ്താൽ നമുക്ക് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും അപ്കമിങ് വരാൻ പോകുന്ന എക്സ്പയറി ഡേ കൂടി ഇവിടെ വരുന്നതാണ്. അതോടൊപ്പം തന്നെ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റി ചാർട്ടും സിഗ്നലുകളും ഇവിടെ അവൈലബിൾ ആണ്. അടുത്ത് വരുന്നത് സ്വിംഗ് അനലിറ്റിക്സ് ആണ്. ഇത് നമുക്ക് ഇൻട്രാഡേക്ക് വേണ്ടിയും അതുപോലെ സ്വിംഗ് ആയിട്ട് നമുക്ക് ഈ സ്കാനറിന്റെ റിസൾട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇത് വൺസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഹൈ പ്രോബബിലിറ്റി ഉള്ള സിംബൽസ് ഈ ഗ്ലോയിങ് പിങ്ക് ആയിട്ടും ഗ്ലോയിങ് ഗ്രീൻ ആയിട്ടും ഇതിൽ കാണിക്കും. അതുപോലെ തന്നെ പ്രീവിയസ് ഡേ വന്ന സിഗ്നലുകൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാം. കൂടാതെ ഈ വന്ന സ്റ്റോക്കുകളുടെ ഒരു ഹിസ്റ്ററി കൂടി പ്രീവിയസ് ഏതെങ്കിലും ദിവസങ്ങളിൽ ഈ സെയിം സിഗ്നൽ വന്നെങ്കിൽ അതും ഇവിടെ കാണിച്ചു തരും. ഇത് സ്വിംഗ് ആണെങ്കിൽ നമുക്ക് ഇതിന്റെ ഓപ്പർച്യൂണിറ്റി നമുക്ക് ഇൻട്രാഡേ തന്നെ വരുന്നതുകൊണ്ട് ഇൻട്രാഡേ തന്നെ നമുക്ക് ഇതിന്റെ എൻട്രി എടുക്കാൻ സാധിക്കുന്നതാണ്. അടുത്ത ഫീച്ചറാണ് സ്മാർട്ട് മണി പ്രോ അനലിറ്റിക്സ്. ഈ സ്കാനർ നമുക്ക് ഇയർലി പ്ലാനിന്റെ കൂടെയും അല്ലെങ്കിൽ SMC Pro പ്ലാൻ സെപ്പറേറ്റ് നിങ്ങൾ എടുക്കുകയാണെങ്കിലും ഈ ഒരു സ്കാനർ കിട്ടും. ഇത് സ്വിംഗ് ഓപ്പർച്യൂണിറ്റികൾ
സ്മാർട്ട് മണി ആക്റ്റീവായ സ്വിംഗ് ഓപ്പർച്യൂണിറ്റികൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ ഒരു സ്കാനർ. ഇതിന്റെ കൂടെ നമുക്ക് ഒരു ഷോ പെർഫോമൻസ് എന്ന് പറയുന്ന ഓപ്ഷനും കൂടി നമുക്കുണ്ട്. ഇതിൽ കഴിഞ്ഞ 30 ദിവസങ്ങളായി വന്ന സ്റ്റോക്കുകളുടെ പെർഫോമൻസ് ഇവിടെ നോട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ ബേസ് ചെയ്ത് നമുക്ക് ഇതിന്റെ ഫുൾ ഡേറ്റ നമുക്ക് കിട്ടുന്നതാണ് ഇവിടെ. നമ്മൾ ഇവിടെ തന്നെ നോക്കിയാൽ മാക്സിമം ഗെയിൻ വന്ന സ്റ്റോക്കുകളും എല്ലാം ഇവിടെ തന്നെ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ സിഗ്നലുകൾ വരുന്നത് ഡെയിലി ഈവനിങ് ആണ്. അതിനുശേഷം നെക്സ്റ്റ് ഡേ അതിന്റെ പെർഫോമൻസ് ഇവിടെ തന്നെ കാണിക്കുന്നതാണ്. അടുത്തത് FNO അനലിറ്റിക്സ് ആണ്. ഇത് ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചറാണ്. സ്റ്റോക്ക് ഓപ്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ഫീച്ചറാണിത്. ഇതിൽ നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് ബേസും OI ട്രെൻഡ് ഡീറ്റെയിൽസും അതുപോലെ സെല്ലർ ട്രാപ്പ് ഇൻഡിക്കേറ്ററും ഇതിൽ നമുക്ക് അവൈലബിൾ ആണ്. FNO അനലിറ്റിക്സ് നമുക്ക് വരുന്നത് 365 ഡേയ്സ് പ്ലാനിലാണ്. അതായത് ഈ കാണുന്ന ഓപ്ഷൻ എക്സും FNO അനലിറ്റിക്സും നിഫ്റ്റി 500 റൈഡറും വരുന്നത് നമ്മുടെ 365 ഡേയ്സ് പ്ലാനിലാണ്. അതുപോലെ തന്നെ ഫ്ലോ എക്സ് ഫീച്ചറും. അടുത്ത നമുക്ക് ഓർഡർ ബ്ലോക്ക് എന്താണെന്ന് നോക്കാം. ഓർഡർ ബ്ലോക്ക് ഒരു സ്വിംഗ് സ്കാനറാണ്. ഇതില് ബുള്ളിഷ് ഓർഡർ ബ്ലോക്കും ബെയറിഷ് ഓർഡർ ബ്ലോക്കും ഇതിൽ സ്കാൻ ചെയ്യപ്പെടുന്നു. എന്നിട്ട് ഡെയിലി ആഫ്റ്റർ മാർക്കറ്റ് നമുക്ക് ഇതിന്റെ സിഗ്നലിൽ കാണിച്ചു തരുന്നു. ഇതിന്റെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഓപ്പർച്യൂണിറ്റികൾ ഈസിയായി കണ്ടുപിടിക്കാം. അതുപോലെ നിങ്ങൾക്ക് FNOയിൽ മാത്രമാണ് ഓപ്പർച്യൂണിറ്റി വേണ്ടെങ്കിൽ FNO ഈ ഫിൽറ്റർ ഓൺ ചെയ്ത് FNO സ്റ്റോക്കുകൾ മാത്രം ലിസ്റ്റ് ചെയ്യും. ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള ഡീറ്റെയിൽസ് ഈ റീഡ്മിയിൽ വന്നു കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നതാണ്. അതിന്റെ ബേസ് ചെയ്തിട്ടുള്ള സ്ട്രാറ്റജിയും മെത്തേഡുകളും ഈ റീഡ്മിയിൽ പറഞ്ഞു തരുന്നുണ്ട്. നമ്മുടെ അടുത്ത ഫീച്ചറാണ് നിഫ്റ്റി 500 ട്രെൻഡ് റൈഡർ. ഇതിൽ നമുക്ക് നിഫ്റ്റി 500 സ്റ്റോക്കുകളുടെ ബൈയും സെല്ലും ഡെയിലി ട്രാക്ക് ചെയ്യുന്നു. എന്നിട്ട് അതിനനുസരിച്ച് ഡെയിലി ഇതിന്റെ സിഗ്നലുകൾ അപ്ഡേറ്റ് ചെയ്യപ്പെടുകയാണ്. ഇത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം വന്ന ബൈയും കഴിഞ്ഞ ദിവസം വന്ന സെല്ലുകളുമാണത്. സെല്ലുകൾ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ബൈ ആയിരുന്ന സ്റ്റോക്കുകളാണ് സെല്ലിലേക്ക് മാറുന്നത്. അതുപോലെ തന്നെ ഈ സ്റ്റോക്കുകൾ വന്ന ഇൻഡെക്സിന്റെ ബേസിൽ കറന്റ്ലി അത് ബൈ സോണിലാണോ സെൽ സോണിലാണോ എന്ന് കൂടി പറഞ്ഞു തരുന്നു. പിന്നീട് അതേ ഡീറ്റെയിൽസ് തന്നെ ഇൻഡസ്ട്രി വൈസും നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ ഒരു ഇൻഡസ്ട്രി എടുക്കുകയാണെങ്കിൽ അത് ക്ലിക്ക് ചെയ്താൽ അതിൽ മാത്രം വരുന്ന സ്റ്റോക്കുകളിലൂടെ ലിസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിഫ്റ്റി 500 എല്ലാ സ്റ്റോക്കുകളും തന്നെ ഇവിടെ ട്രാക്ക് ചെയ്യപ്പെടുകയാണ്. നമ്മൾ ചേഞ്ചിന്റെ ബേസിൽ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി ഈ വന്ന സ്റ്റോക്ക് കഴിഞ്ഞ 52 ഡേയ്സ് ആയിട്ട് ഓപ്പൺ ആണ്. ഇത് ബൈ സിഗ്നൽ വന്ന LTPയും എന്നാണ് വന്നതെന്നുള്ള ഡേറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഈ ഒരു സ്റ്റോക്ക് നമ്മൾ എയറിൽ കണ്ടുപിടിച്ചെങ്കിൽ നമുക്ക് ട്രാക്ക് ചെയ്യണമെങ്കിൽ ഈ സ്റ്റാറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ സ്റ്റോക്ക് ഇവിടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ആവും. പിന്നെ നമുക്ക് ഇവിടെ നോക്കിയാൽ ഇതിന്റെ സ്റ്റാറ്റസ് മനസ്സിലാക്കാം. ഈ ഒരു സ്കാനർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ അധികം ടൈം സ്പെൻഡ് ചെയ്യാൻ സമയമില്ലാത്ത ആൾക്കാരാണ്. വളരെ എളുപ്പത്തിൽ തന്നെ അവർക്ക് കൂടുതലൊന്നും അനലൈസ് ചെയ്യാണ്ട് തന്നെ ഒരു ബൈയും സെല്ലും കിട്ടുന്നു. അടുത്തത് സ്റ്റേജ് 2 അനലിറ്റിക്സ് ആണ്. ഇത് സ്റ്റേജ് 2 അപ് ട്രെൻഡിലുള്ള സ്റ്റോക്കുകളെല്ലാം തന്നെ ഫിൽട്ടർ ചെയ്യുന്നു. നിങ്ങൾക്ക് എന്താണ് സ്റ്റേജ് 2 എന്ന് അറിയില്ല എങ്കിൽ നമ്മുടെ ഒരു വീഡിയോ ഉണ്ട് എന്താണ് സ്റ്റേജ് 2 എന്നും സ്റ്റേജ് അനാലിസിസ് എന്താണ് അതൊന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതിന്റെ ഡീറ്റെയിൽസ് മനസ്സിലാവും. അപ്പോൾ ഓരോ സ്റ്റോക്കുകളും സ്റ്റേജ് 2 ആയത് മുതലുള്ള പെർഫോമൻസ് ഇവിടെ ട്രാക്ക് ചെയ്യപ്പെടുകയാണ്. അതിന്റെ ബേസിൽ നമ്മുടെ വന്നു കഴിഞ്ഞാൽ സ്റ്റേജ് 2 ആയത് മുതൽ എങ്ങനെ അതിന്റെ പ്രൈസ് മൂവ് ചെയ്തെന്നും ഓരോ ദിവസവും പ്രൈസ് മൂവ്മെന്റ് എങ്ങനെയാണെന്നും ഇവിടെ ട്രാക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇവിടെ ഈ സ്റ്റേജ് 2 ട്രാക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ സ്റ്റോക്കുകൾ ഓരോ സ്കാനറിലും നമ്മൾ സ്റ്റേജ് 2 പ്രത്യേകമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ എങ്ങനെയാണ് ഓരോ സ്കാനർ എടുക്കുമ്പോഴും പറഞ്ഞുതരാം. ഇനി നമുക്ക് ഒരു അനലിറ്റിക്സ് പൊസിഷണൽ സ്കാനർ ഉണ്ട്, അതൊന്ന് നോക്കാം. ഇതൊരു 80 ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് കമ്പൈൻ ചെയ്തിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഒരു സ്കാനറാണ്. ഇതിൽ ഓൾമോസ്റ്റ് നമ്മളൊരു 2000 എബവ് സ്റ്റോക്സും നമ്മൾ ഇതിനകത്ത് സ്കാൻ ചെയ്യുന്നുണ്ട്. അതിന്റെ ബേസിൽ നമുക്ക് RSI, ADX, വോളിയം ട്രെൻഡ്, MACD ഇതെല്ലാം പ്രകാരം നമുക്ക് ഓരോ രീതിയിൽ ഫിൽട്ടർ ചെയ്തെടുക്കാം. ഈ ഒരു സ്കാനർ ഉപയോഗിച്ച് നമുക്ക് വളരെ ഏർലി ഒരു RSI ബിലോ 40 ഒക്കെ വരുന്ന സിറ്റുവേഷനിൽ ഏർലി എൻട്രിക്ക് വേണ്ടി ഇതിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് ഫിൽട്ടർ ചെയ്തെടുക്കാം. അതോടൊപ്പം തന്നെ നമുക്കിതിൽ ഇൻസൈഡർ ബൈ, ഇൻസൈഡേഴ്സ് ആക്റ്റീവ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കണമെങ്കിൽ ജസ്റ്റ് ഇവിടെ വന്ന് ഇൻസൈഡർ ബൈ എന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഓൾറെഡി ഇൻസൈഡേഴ്സ് ബൈ ചെയ്യുന്ന സ്റ്റോക്കുകൾ മാത്രം നമുക്ക് ഇവിടെ ഫിൽട്ടർ ചെയ്യപ്പെടുന്നു. അതോടൊപ്പം നമ്മൾ ഈ കോംബോ സ്കാനിൽ വന്നു കഴിഞ്ഞാൽ ഓൾറെഡി ഡിഫൈൻഡ് ആയിട്ടുള്ള കുറച്ച് സ്കാനറുകൾ കൂടിയുണ്ട്. ഇത് വെറുതെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ഫിൽട്ടർ ചെയ്ത് അത് പ്രകാരമുള്ള സ്റ്റോക്കുകൾ ഉണ്ടെങ്കിൽ കാണിച്ചു തരും. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ സ്റ്റേജ് 2ന്റെ ഫിൽട്ടറാണിത്. സ്റ്റേജ് 2 ആക്റ്റീവ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ നമുക്ക് ഇവിടെ നിന്ന് ഈസി ആയിട്ട് കാണാം. അതോടൊപ്പം തന്നെ ഈ സ്റ്റേജ് 2 സ്റ്റോക്ക് എത്ര ദിവസങ്ങളായി സ്റ്റേജ് 2 ആയെന്നും നമുക്ക് ഇവിടെ തന്നെ കാണാം. അതിന്റെ കൂടെ തന്നെ നമുക്ക് FNO സ്റ്റോക്കുകൾ മാത്രം ഫിൽട്ടർ ചെയ്യണമെങ്കിൽ അതും ഇവിടെ നിന്ന് ചെയ്യാം. അടുത്തത് നമുക്ക് ETF ട്രെൻഡ് റൈഡർ ആണ്. ETF ട്രെൻഡ് റൈഡർ ബൈ സെൽ സിഗ്നൽ കാണിക്കുന്ന, നമ്മൾ നേരത്തെ കണ്ട നിഫ്റ്റി 500 പോലെ തന്നെ ബൈ സെൽ സിഗ്നൽ കാണിക്കുന്ന ഒരു സ്കാനറാണ്. ഇതിൽ നമ്മൾ 8 മേജർ ETF ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഗ്ലോബൽ മാർക്കറ്റിന്റെ മൂവ്മെന്റിലും സെക്ടറുകളുടെ റൊട്ടേഷൻ പ്രകാരവും നമുക്ക് ഇവിടെ ഒരു ബൈ സെൽ സിഗ്നൽ ഈസി ആയിട്ട് വരുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഇന്ത്യയിൽ മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് ആണെങ്കിൽ ആ സമയത്ത് വേറെ ഏത് മാർക്കറ്റാണ് ട്രെൻഡിങ് ആയിട്ടുള്ളത്, അതായത് ഏഷ്യൻ മാർക്കറ്റോ അല്ലെങ്കിൽ അമേരിക്കൻ മാർക്കറ്റോ ട്രെൻഡിങ് ആണെങ്കിൽ ആ സമയത്ത് നമുക്ക്
അത്തരം ETF-കളിൽ നിന്ന് ഒരു ബൈ സെൽ സിഗ്നൽ ലഭിക്കുന്നു. ഇതിന്റെ ഫുൾ സ്ട്രാറ്റജി ട്യൂട്ടോറിയൽ നമുക്ക് ഈ റീഡ്മിയിൽ ഫുൾ അവൈലബിൾ ആണ്. എങ്ങനെ ട്രേഡ് എടുക്കണമെന്നും എവിടെ എക്സിറ്റ് ചെയ്യണമെന്നും എൻട്രി എടുക്കണമെന്നും എങ്ങനെ ട്രേഡ് ചെയ്യണമെന്നുള്ള ഡീറ്റെയിൽസ് ഈ സ്ട്രാറ്റജി ട്യൂട്ടോറിയലുണ്ട്. അടുത്തത് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ETF അധികം വെച്ചിട്ടുള്ള ഒരു ഡാഷ്ബോർഡാണ് ETF നോലോ സ്ട്രാറ്റജി. ഇതൊരു സ്ട്രാറ്റജി ബേസ്ഡ് ആയിട്ടുള്ള സ്കാനർ ആയതുകൊണ്ട് തന്നെ ഒരു റാങ്കിങ്ങും ഒരു സ്ട്രാറ്റജി ട്യൂട്ടോറിയലും ഇവിടെ അവൈലബിൾ ആണ്. ഇത് പ്രകാരം നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ഇത് ട്രേഡ് ചെയ്യണമെന്ന് മനസ്സിലാക്കിയെടുക്കാം. പിന്നീട് വരുന്നതാണ് ഒരു സിമിലർ പാറ്റേൺ ഐഡന്റിഫയർ. ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്കിപ്പോൾ ഒരു സ്റ്റോക്ക് നമുക്കറിയാം റിലയൻസ്. ഈ റിലയൻസിന് ഒരു പാറ്റേൺ ഉണ്ടെന്ന് വിചാരിക്കാം. ആ പാറ്റേൺ വെച്ചിട്ടുള്ള ഏതൊക്കെ സ്റ്റോക്കുകളാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ക്ലോസ് മാച്ചിങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഇവിടെ വരുന്നുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്നത് ചാർട്ട് പാറ്റേണുകൾ സെയിം ആയിട്ടുള്ള ചാർട്ട് പാറ്റേണുകൾ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഫീച്ചർ ഉപയോഗിക്കുന്നത്. അടുത്തത് വരുന്നത് ഇൻഡെക്സ് ട്രെൻഡ് ഡാഷ്ബോർഡാണ്. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ട്രെൻഡ് മനസ്സിലാക്കാനാണ്. ഇത് 15 മിനിറ്റ്സിലും 1 അവറിലും ഡെയിലി ട്രെൻഡിലും നമുക്ക് ഇൻഡെക്സുകളുടെ ട്രെൻഡ് മനസ്സിലാക്കാൻ ഈസി ആയിട്ട് നമ്മളെ സഹായിക്കുന്നു. ഇതിൽ ഒരുപാട് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് കോൺഫിഗർ ചെയ്തിട്ടാണ് ഇതിന്റെ ട്രെൻഡ് നിശ്ചയിക്കുന്നത്. 15 മിനിറ്റ്സ് ട്രെൻഡ് നമുക്ക് ഇൻട്രാഡേയുടെ ട്രെൻഡ് മനസ്സിലാക്കാനും 1 അവറും ഡെയിലി ട്രെൻഡും നമുക്ക് ഒരു ഷോർട്ടും ലോങ്ങും സ്വിംഗ് ചെയ്യാനായിട്ടും ട്രെൻഡ് മനസ്സിലാക്കാൻ നമുക്ക് ഉപയോഗിക്കാം. അടുത്തത് വരുന്നതാണ് ഇൻസൈഡർ ട്രേഡിംഗ് അനലിറ്റിക്സ്. ഇത് നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു എങ്ങനെ നമുക്ക് ഇൻസൈഡർ ട്രേഡിംഗ് ആക്റ്റീവ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ കണ്ടുപിടിക്കാമെന്ന്. അതിന്റെ ഒരു അനലിറ്റിക്സ് ആണത്. ഇതിൽ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഓരോ സ്റ്റോക്കുകളുടെയും നമ്മളിവിടെ ഇൻസൈഡർ ബൈയിങ് ആക്ടിവിറ്റി നമ്മളിവിടെ ട്രാക്ക് ചെയ്യുന്നു. അതിന്റെ ബേസിക് ആയിട്ടുള്ള അനലിറ്റിക്സ് ആണത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എത്ര ദിവസങ്ങളായിട്ട് ഈ സ്റ്റോക്കുകളിൽ ബൈ നടക്കുന്നുണ്ടെന്നും സെല്ല് നടക്കുന്നുണ്ടെന്നും നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം. അടുത്തത് ഫ്ലോ എക്സ് അനലിറ്റിക്സ് ആണ്. ഇത് നമ്മൾ ഡെലിവറി ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്കാനറാണ്. ഇത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇയർലി പ്ലാനിലാണ്. ബ്രേക്ക് പോയിന്റ് പ്രോയുടെ 365 പ്ലാനിലാണ് ഇത് നമുക്ക് കിട്ടുന്നത്. ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഡെലിവറി നമ്മൾ എപ്പോഴാണ് കൂടുന്നത്, നമുക്ക് സ്റ്റോക്കുകളിൽ ആൾക്കാർ വാങ്ങിച്ചിട്ട് ഇൻട്രാഡേ മാത്രം ട്രേഡ് ചെയ്യാതെ അവരുടെ ഡിമാറ്റിലേക്ക് ആഡ് ചെയ്യപ്പെടുമ്പോഴാണ് ഡെലിവറി കൂടുന്നത്. ഡെലിവറി കൂടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു സ്റ്റോക്കിൽ അവർ ലോങ് ടൈം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റഡ് ആണെന്നാണ്. അത്തരം സ്റ്റോക്കുകൾ നമ്മൾ കണ്ടെത്താൻ വേണ്ടിയാണ് ഈ ഒരു സ്കാൻ. ഇതിൽ നമുക്ക് ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കാം, ഒരു സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ പ്രൈസ് നമുക്ക് അപ് ട്രെൻഡിലാണെന്ന് കാണാം. അതോടൊപ്പം തന്നെ ഇതിന്റെ ഡെലിവറി പെർസെൻറ്റേജും അപ് ട്രെൻഡിലാണെന്ന് കാണാം. ഈ ഒരു സിറ്റുവേഷൻസ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഡെലിവറി സ്കാനർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കൂടുതൽ പാരാമീറ്റേഴ്സ് ഉപയോഗിച്ച് നമുക്കിവിടെ ഫിൽട്ടർ ചെയ്തെടുക്കാവുന്നതാണ് സ്റ്റോക്കുകൾ. അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ സെക്ടർ ഫ്ലോയിൽ വരികയാണെങ്കിൽ ഓൾറെഡി സെക്ടർ ബേസ് ചെയ്തിട്ട് ഡെലിവറി ഹൈ ആയിട്ടുള്ള സ്റ്റോക്കുകളും വോളിയം ഹൈ ആയിട്ടുള്ള സ്റ്റോക്കുകളും നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഈസി ആയിട്ട് മനസ്സിലാക്കാം. ഇനിയിപ്പോൾ ഒരു സിമ്പിളിന്റെ മാത്രം ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ നിന്ന് ആവശ്യമാണെങ്കിൽ ആ സിമ്പിൾ നമ്മളിവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഡേറ്റ കൂടി നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ റിലയൻസിന്റെ ഡെലിവറി ഡേറ്റയാണ് കാണുന്നത് ഇവിടെ. അടുത്തത് വരുന്നത് ഒരു ETF റൊട്ടേഷൻ ഇന്റലിജൻസ് ആണ്. ഇത് നമ്മൾ ഓൾമോസ്റ്റ് ഒരു 60 ETF നമ്മൾ സ്കാൻ ചെയ്തിട്ട് അതിന്റെ ട്രെൻഡ് ബേസ് ചെയ്തിട്ട് സെക്ടർ റൊട്ടേഷൻ മനസ്സിലാക്കാനും ഗ്ലോബൽ ക്യൂസ് മനസ്സിലാക്കി അതിന്റെ ബേസിലും ഇവിടെ ETF-കൾ ട്രാക്ക് ചെയ്യപ്പെടുകയാണ്. ഇതുവഴി നമുക്ക് എപ്പോഴാണ് ഒരു ETF-ൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നും എപ്പോഴാണ് എക്സിറ്റ് ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽസും കൂടെ മനസ്സിലാക്കിയെടുക്കാം. ക്യാപിറ്റൽ ഫ്ലോയിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ETF-കൾ ഏത് കൺട്രി ബേസ് ആണെന്നും ഏത് കാറ്റഗറി ബേസ് ആണെന്നും നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാം. അടുത്ത സ്ക്രീനിലേക്ക് വന്നാൽ ETF-ന്റെ റൊട്ടേഷൻ കൂടി ഇവിടെ നിന്ന് മനസ്സിലാക്കിയെടുക്കാം. ഈ ഒരു പേജിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ലീഡിംഗ് ആയിട്ടുള്ള ഏതാണ് ETF എന്നും അതിന്റെ മന്ത്ലി റിട്ടേൺസും അതിന്റെ ലാസ്റ്റ് 1 മന്തും 3 മന്തും 6 മന്ത് റിട്ടേൺസ് വരെ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കിയെടുക്കാം. അടുത്തൊരു ഫീച്ചറാണ് ആൽഫ എക്സ്. ഇത് ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു വാച്ച് ലിസ്റ്റ് ആണ്. ഇതിൽ നമുക്ക് സ്റ്റോക്കുകൾ ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഇതിന്റെ ഗുണമെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റോക്കുകൾ ഇവിടെ ആഡ് ചെയ്ത് വെച്ചിട്ട് ട്രേഡ് മാനേജ്മെന്റിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഒരു സ്റ്റോക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വാല്യൂസ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടുന്ന് അതുപോലെ ഇതിൽ റിമൂവ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡീറ്റെയിൽസ് നമ്മൾ ഇവിടെ നിന്ന് റിമൂവ് ആയിപ്പെടുന്നു. പിന്നീട് അവസാനത്തെ വരുന്ന ഫീച്ചറാണ് ട്രേഡ് ഡയറി. ട്രേഡ് ഡയറി നമുക്ക് നമ്മുടെ ട്രേഡുകൾ ഡെയിലി എടുക്കുന്ന ട്രേഡുകളുടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയാണ്. അതിനുശേഷം നമുക്ക് നമ്മുടെ മന്ത്ലി പിയാനിലും ഇയർലി പിയാനിലും എല്ലാം നമുക്ക് ഡീറ്റെയിൽസ് വരുന്നത് അവിടെ. അപ്പോൾ ഇതൊക്കെയാണ് ബ്രേക്ക് പോയിന്റ് പ്രോയിൽ വരുന്ന എല്ലാ ഫീച്ചേഴ്സുകളും. ഇതിന്റെ പ്ലാൻ ഡീറ്റെയിൽസ് വരുന്നത് ഇവിടെയാണ്. ബ്രേക്ക് പോയിന്റ് പ്രോവിന് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് മന്ത്ലി, അതായത് 28 ദിവസത്തെ പ്ലാനും 84 ദിവസത്തെ പ്ലാനും ഉണ്ട്. ബ്രേക്ക് പോയിന്റ് പ്രോ 365 ഞാൻ എക്സ്ട്രാ പറഞ്ഞ ഫീച്ചേഴ്സുള്ള പ്ലാൻ വരുന്നത് ഇയർലി പ്ലാനിലാണ്. അത് ഈ ഒരു പ്ലാനാണ് വരുന്നത്. ബ്രേക്ക് പോയിന്റ് പ്രോ നിങ്ങൾക്ക് ഡെമോ ആക്സസ് ട്രൈ ചെയ്യണമെങ്കിൽ സ്റ്റാർട്ട് യുവർ ട്രയൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഡെമോ ആക്സസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഫീച്ചറിനെ കുറിച്ച് എന്തെങ്കിലും ഇനി ഡീറ്റെയിൽസ് ആവശ്യമാണെങ്കിൽ നമ്മുടെ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം.